അമേരിക്കൻ പൗരന്മാർ എത്രയും വേഗം ഇസ്രായേലിൽ നിന്ന് രാജ്യം വിടണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചു. യുദ്ധസമാന സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പ്രധാന രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ എന്നുള്ളതും ഇറാനുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടാകുമ്പോൾ പിന്നീട് വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കാൻ സാധ്യതയുണ്ട്, രക്ഷപ്പെട്ടു പോകാൻ സാധിക്കാത്ത വിധം പ്രയാസം അനുഭവിക്കും എന്നതിനാൽ വളരെ അടിയന്തരമായി നിൽക്കേണ്ടവരും സൈനികരുമായി സഹകരിക്കുന്നവരുമല്ലാത്ത എല്ലാ അമേരിക്കൻ പൗരന്മാരും രാജ്യം വിടണമെന്നൊരു പ്രസ്താവന ട്രംപിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു. ഇത് യുദ്ധത്തിലേക്ക് ഇസ്രായേൽ അടുത്തിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമായിട്ടോ അതല്ലെങ്കിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അമേരിക്കയ്ക്ക് ലഭിക്കുകയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ മെഡിറ്ററേനിയൻ കടൽ തീരവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ പടുകൂറ്റൻ കപ്പൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നു. ജെറാൾഡ് ഫോൾഡ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക കപ്പലാണ് ഇസ്രായേലിൻ്റെ അതിർത്തി പങ്കിടുന്ന മെഡിറ്ററേനിയൻ കടലിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് ഇറാനെ നേരിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന റിപ്പോർട്ടുണ്ട്. അതല്ലെങ്കിൽ ഇറാൻ്റെ ആ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഇസ്രായേലിനെ സംരക്ഷിക്കാനും പ്രതിരോധം തീർക്കാനാണ് എന്നും പറയപ്പെടുന്നു. ഹൈഫ തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കപ്പൽ എത്തിയത് എന്നുള്ളതും വലിയ തരത്തിലുള്ള സൈനിക പ്രാക്ടിക്കൽ കടൽ തീരം ചേർന്നുകൊണ്ട് ഇപ്പോൾ അമേരിക്കയുടെ സൈന്യം നടത്തി വരുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പൗരന്മാർ ഇസ്രായേൽ എന്ന രാജ്യത്തിൽ നിന്ന് വിട്ടുപോകണം എന്ന് അമേരിക്ക പറയുമ്പോൾ ഇസ്രായേലും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യുദ്ധമുണ്ടാവാൻ സാധ്യത എന്ന് ഏറെക്കുറെ വിലയിരുത്തുകയാണ്. പ്രത്യേകമായ രീതിയിൽ അമേരിക്കയുടെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ, ഇറാന് നേരെ ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾ ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്യും എന്നുള്ളൊരു മുന്നറിയിപ്പ് പല ഘട്ടങ്ങളിലായി ഇറാൻ നൽകിയതാണ്. അത് തീർച്ചയായിട്ടും തള്ളിക്കളയാൻ പറ്റാത്ത വിധമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കാര്യങ്ങൾ അവർ നടപ്പിലാക്കും എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ അറിയുന്ന രാജ്യമാണ് അമേരിക്ക എന്നതിനാൽ ഇവിടെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട വലിയ ആശങ്കകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്ത് വലിയ നാശങ്ങളും വലിയ മരണങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൗരന്മാരോട് പോകാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ അമേരിക്കൻ പൗരന്മാർക്ക് പോലും ഇസ്രായേലിൽ സുരക്ഷിതത്വം ഇല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കും സുരക്ഷിതത്വം ഉണ്ടാവില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. ടൂറിസം മേഖല അപ്പാടെ തകർന്നതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിലേക്ക് വരുന്ന വരവ് തന്നെ ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏറെക്കുറെ നിലച്ചിരുന്നു. പിന്നീട് ഒറ്റപ്പെട്ട രീതിയിലുള്ള വരവാണ് ഉണ്ടായത് എന്നുള്ളതും എന്നാൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ള രണ്ട് റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. പരമാവധി ഇരട്ട പൗരത്വമുള്ളവർ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വിട്ടുകൊണ്ട് മറ്റൊരു പൗരത്വമുള്ള, അതായത് ഒരു പൗരത്വം ഇസ്രായേലിൻ്റെത് ഒഴിവാക്കി യൂറോപ്യൻ അമേരിക്കൻ പൗരത്വമുള്ളവർ ആ പൗരത്വം സ്ഥിരപ്പെടുത്താനുള്ള താല്പര്യം പ്രകടിപ്പിച്ചത് 15%-ലേറെ ആൾ. സാധാരണഗതിയിൽ യൂറോപ്യൻ പൗരത്വം ഒഴിവാക്കിയിട്ട് ഇസ്രായേൽ പൗരത്വത്തിനായിരുന്നു താല്പര്യം. ലോകാടിസ്ഥാനത്തിലുള്ള ജൂത വിഭാഗത്തെ ഏകോപിപ്പിക്കുന്ന ഒരു ശൃംഖലയായി ഇസ്രായേൽ പ്രവർത്തിക്കുന്നു എന്ന് 1948 അനുബന്ധിച്ച് തന്നെ ലോകത്തോട് വിളംബരം ചെയ്ത രാജ്യമാണ് ഇസ്രായേൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു പല രാജ്യങ്ങളിലും ബിസിനസ്സായിട്ടും സാമ്പത്തിക മുന്നേറ്റമുള്ള വ്യക്തികളായിട്ടും അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പല ആളുകളും ഇസ്രായേലിലേക്ക് എത്തിയിട്ടുണ്ട്. കേരളത്തിലെ കൊച്ചിയിൽ വരെ ജൂതന്മാർ അവരുടെ സെനഗോഗുകളെല്ലാം വിട്ടുകൊണ്ട് ഇസ്രായേലിലേക്ക് പോയതാണ്. അവരും തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്നും അറിയാൻ വേണ്ടി സാധിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സുരക്ഷാ ഭീഷണിയുള്ള രാജ്യമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ ഈ പ്രസ്താവനയോടുകൂടി ലോകം മനസ്സിലാക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം. അവിടെയുള്ള ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ഇസ്രായേൽ സർക്കാർ നൽകിയിരിക്കുന്നു. അവരോട് പ്രത്യേകമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ അപകട സൈറൺ മുഴങ്ങുകയോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മുന്നറിയിപ്പുകൾ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ ബങ്കറുകളിൽ അഭയം തേടണം, സുരക്ഷാ ഭീതി ഉണ്ടാവേണ്ട കാര്യമില്ല, എല്ലാവിധ സഹായ കാര്യങ്ങളും തങ്ങൾ ചെയ്തു തരും എന്നൊക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ പ്രാവശ്യത്തെ ഇറാൻ്റെ ആക്രമണത്തിൽ 100-ലധികം ഇസ്രായേലികൾ മരിച്ചതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വിട്ടതോടുകൂടി ഒരു സുരക്ഷിത ഇടമല്ല ഇസ്രായേൽ എന്ന് തിരിച്ചറിവുണ്ടായിരിക്കുകയാണ്. അയൽ രാജ്യങ്ങളിലേക്കൊക്കെ നിരന്തരം എന്ന് പറഞ്ഞ പോലെ ജൂതന്മാർ ഇങ്ങനെ പലായനം ചെയ്യുന്നത് യുദ്ധത്തോടനുബന്ധിച്ച് കണ്ടതുമാണ്. അതിൽ അപൂർവമായിരിക്കുന്ന ആളുകൾ മാത്രമേ തിരിച്ചു വന്നിട്ടുള്ളൂ.
രാജ്യം വിട്ടുപോയതിൽ ബഹുഭൂരിപക്ഷവും അവിടെ തന്നെ നിൽക്കുകയാണ് എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയേറെ സുരക്ഷാ ഭീഷണി ഉണ്ടായത് ഇതാദ്യമായിട്ടാണ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. 6 ദിന യുദ്ധം, അതായത് അറബ് രാജ്യങ്ങളുമായി 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിൻ്റെ പേരിൽ നടത്തപ്പെട്ടത്. ആ കാലത്ത് പോലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു സുരക്ഷാ ഭീഷണിയും ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഏകദേശം 10% ആളുകൾ പോലും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഗാസയിൽ നിന്ന് ഹമാസ് നടത്തിയിരിക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് അത് രാജ്യത്തെ തന്നെ സാരമായിട്ട് ബാധിച്ചതാണ്. അതിൻ്റെ തുടർചലനങ്ങളാണ് പല ഘട്ടങ്ങളിലും ലെബനാനിലായിട്ടും യമനിലായിട്ടും പിന്നീട് ഇറാനിലായിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ലെബനാനും യമനും ഏറെക്കുറെ ശാന്തമായപ്പോൾ തലതൊട്ടപ്പനായിരിക്കുന്ന ഇറാനാണ് ഇപ്പോൾ നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ സംരക്ഷണം നൽകുക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. എന്നാൽ അമേരിക്കയും പകച്ചു പോയിരിക്കുന്നു എന്നുള്ളിടത്താണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ നേരിടുന്നത്. അതുകൊണ്ടാണ് അവരുടെ പൗരന്മാരോട് രാജ്യം വിട്ടു പോകാൻ വേണ്ടി അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ പൗരസുരക്ഷിതത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് 2 തരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇത് മറ്റുള്ള രാജ്യങ്ങളെ അല്ലെങ്കിൽ അമേരിക്കയെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് തങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാരോടൊക്കെ വിട്ടുപോകാൻ വേണ്ടി പറഞ്ഞിട്ട് തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്നതിനൊരു മുന്നറിയിപ്പായിട്ട് ഇറാനെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് പറയുന്നത്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ രീതിയിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും രാഷ്ട്രീയവും നിലപാടുകളും സംവിധാനങ്ങളും പഠിച്ചവരാണ്. ഒരുപാട് യുദ്ധങ്ങൾ അവർ ഏത് തരത്തിലാണ് കൈകാര്യം ചെയ്തത് എന്ന് കൃത്യമായ രീതിയിൽ പഠിച്ചതിന് ശേഷമാണ് അവർ യഥാർത്ഥത്തിൽ ഇറാന് മിസൈൽ നിർമ്മാണം പോലും ആരംഭിച്ചത് എന്നുള്ളതാണ്. ലോകാടിസ്ഥാനത്തിലുള്ള ഏറ്റവും ശക്തമായിരിക്കുന്ന മിസൈൽ നിർമ്മിതമുള്ള രാജ്യമായിട്ട് ഇറാൻ മാറാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം ഇന്ന് വരെ നിർമ്മിക്കപ്പെട്ടതിൽ ഏറ്റവും ശക്തിയും ദൂരപരിധി കടന്നും മാരകമായിരിക്കുന്ന ആക്രമണം നടത്താൻ സംവിധാനമുള്ള മിസൈലുകളിൽ ഇറാനെ പോലെ കവച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മറ്റൊന്നും ഇല്ല എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനെ അമേരിക്ക ആക്രമിക്കും, അല്ലെങ്കിൽ ഇറാനെ ഇസ്രായേലിനെ ആക്രമിക്കും, അങ്ങനെയുള്ള പല തരത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഏതായാലും നിരീക്ഷിക്കപ്പെടുകയാണ്. 2 രാജ്യങ്ങളും വലിയ രീതിയിലുള്ള സൈനികപരമായിരിക്കുന്ന ശക്തി സംഭരിക്കുകയും ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 രാജ്യങ്ങളും യഥാർത്ഥത്തിൽ ആണവായുധമുള്ള രാജ്യമാണ്. ഇറാൻ അത് സമ്മതിച്ചിട്ടില്ലെങ്കിൽ പോലും അവിടെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് തന്നെയാണ് ലോകം വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ സർക്കാർ ഭരണ സംവിധാനം താഴെ വീഴുമ്പോൾ അല്ല അട്ടിമറിഞ്ഞ സമയത്ത് ആണവായുധം പ്രയോഗിക്കില്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ഇതും ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. കാര്യം മരിക്കാൻ വേണ്ടി ഒരു കൂട്ടർ തയ്യാറാവുന്നു, മറ്റൊരു കൂട്ടർ ജീവിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നു. 2 തരത്തിലാണ്. അത് അമേരിക്കൻ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിക്കണം, എന്നാൽ അവരുടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ജീവിതോപാധിയായിട്ട് അവരുടെ തൊഴിലായിട്ട് മാത്രമാണ് പരിഗണിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പാണ് പ്രധാനം, അതില്ലെങ്കിൽ അവർ മരിക്കാൻ വേണ്ടി തയ്യാറാണ്. അപ്പോൾ ജീവിക്കേണ്ടവരും മരിക്കേണ്ടവരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്ത് ഒരിക്കൽ പോലും ജീവിതാർത്തിയുള്ളവർ, ജീവിതാഗ്രഹമുള്ളവർ, ജീവിത താല്പര്യമുള്ളവർ വിജയിക്കാറില്ല. ചരിത്രത്തിലൊന്നും ഉണ്ടായിട്ടില്ല. ഇത് വലിയ തോതിൽ തന്നെ അമേരിക്കയെ പേടിപ്പിക്കുകയും അമേരിക്കയെ പ്രയാസത്തിലാക്കുകയും ചെയ്തിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ തങ്ങളുടെ രാജ്യത്തിലെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് തങ്ങളുടെ ബാധ്യതയാണ്. ആ ബാധ്യതയുടെ ഭാഗമായിട്ടാണ് തങ്ങൾ രാജ്യത്തിലെ പൗരന്മാരോട് തിരിച്ചു പോരാൻ വേണ്ടി പറഞ്ഞത് എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇറാൻ ഏത് തരത്തിലാണ് ആക്രമിക്കുക എന്നുള്ളത് ഇപ്പോഴും പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. ടെലവീവ് കേന്ദ്രീകരിച്ചൊക്കെ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. കാര്യം തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണം നടത്താനുള്ള സാധ്യത. സാധാരണഗതിയിൽ എല്ലാ രാജ്യവും യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അവരുടെ തലസ്ഥാനത്തെയാണ് കേന്ദ്രീകരിക്കുക. അത് ക്യൂബയിലാണെങ്കിലും വെനിസുലയിലാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടതും അത് തന്നെയാണ്. അങ്ങനെ തന്നെ ഇസ്രായേലിനെയും അങ്ങനെയാണ് ഇറാൻ കാണുന്നത് എങ്കിൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യത്തിൽ വലിയ പ്രയാസവും ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്കായിട്ട് ഇസ്രായേൽ സർക്കാർ പറഞ്ഞു എന്നാണ് പറയുന്നത്. സുരക്ഷിതത്വം സംബന്ധമായിരിക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സർക്കാരുമായിട്ട് സഹകരിക്കണമെന്നും ബങ്കറിനെ ആശ്രയിക്കണമെന്നും മുന്നറിയിപ്പ് നൽകുന്നതിനോടനുബന്ധിച്ച് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നുകൂടിയാണ് നമുക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ വേണ്ടി സാധിക്കുന്നത്.